1948 മാർച്ച് 27 പാക് സൈന്യത്തിന്റെ 7th ബലോച്ച് റെജിമെന്റ് മേജർ ജനറൽ മുഹമ്മദ് അക്ബർ ഖാന്റെ കമാൻഡിൽ ബലൂചിസ്ഥാനിലേക്ക് കടന്നു കയറി ആക്രമണം തുടർന്നു. ഒപ്പം പാക് നേവിയുടെ ഡിസ്ട്രോയർ യുദ്ധക്കപ്പലുകൾ ഹസ്നി ജിവാനി തുറമുഖങ്ങൾക്ക് സമീപത്തായിട്ട് ഡിപ്ലോയ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ നാലുപാടും നിന്ന് ആക്രമിച്ച ശേഷം ഖാൻ ഓഫ് ഖലാത്തിനെ പാക് സൈന്യം കറാച്ചിയിലേക്ക് തട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി പാകിസ്ഥാനിൽ ചേരാനുള്ള കരാറിൽ ഒപ്പുവെപ്പിക്കുന്നു. വിഭജനം നടക്കുന്ന കാലം അത്രയും കൂടെ ഉണ്ട് എന്ന് വിശ്വസിപ്പിച്ച ശേഷം പാകിസ്ഥാൻ തങ്ങളോട് കാണിച്ച ഈ വിശ്വാസവഞ്ചന മീർ അഹമ്മദ് യാർ ഖാന്റെ സഹോദരൻ പ്രിൻസ് ആഗ അബ്ദുൽ കരീം ഖാനെ വല്ലാതെ കുപിതനാക്കുന്നു. അദ്ദേഹം ഈ തീരുമാനം തിരസ്കരിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. മെയ് അവസാനത്തോടെ കരീം ഖാൻ തൻ്റെ വിശ്വസ്തരായിട്ടുള്ള 100 യോദ്ധാക്കളെ കൂടെ കൂട്ടി ബലോച്ച് നാഷണൽ ലിബറേഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് പാകിസ്ഥാൻ ആർമിക്ക് നേരെ ഗറില്ല പോരാട്ടങ്ങൾ ആരംഭിക്കുന്നു. എണ്ണത്തിൽ കുറവായിരുന്നുവെങ്കിലും ബലൂചിസ്ഥാന്റെ ഓരോ കോണും കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചിരുന്ന ഇവരുടെ ആക്രമണങ്ങളിൽ പാക് സൈന്യത്തിന് കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വരുന്നു. ഇവരുടെ 1-2 ചാവേറുകൾ മലമുകളിൽ നിന്ന് ഇറങ്ങി വന്ന് തുരുതുര വെടിവെച്ച ശേഷം തിരികെ അതേ മലനിരകളിലേക്ക് മറയുമായിരുന്നു. ഇങ്ങനെ ഏറെ നാൾ നീണ്ട പോരാട്ടങ്ങൾക്ക് ശേഷം പാകിസ്ഥാൻ സൈന്യം പ്രിൻസ് ആഗ അബ്ദുൽ കരീം ഖാനോടും സംഘത്തോടും ഒരു സന്ധി സംഭാഷണത്തിന് ചെല്ലുന്നു. അന്ന് ഖുറാനിൽ കൈവച്ചുകൊണ്ട് അവർ കരീം ഖാന് കൊടുക്കുന്ന വാക്ക് ആയുധം ഉപേക്ഷിച്ച് മലയിറങ്ങി വരികയാണെങ്കിൽ അതുവരെയുള്ള കുറ്റങ്ങളൊക്കെയും മാപ്പാക്കാം എന്നായിരുന്നു. പാക് സൈന്യം ആണയിട്ടത് പരിശുദ്ധ ഖുറാനിൽ കൈവച്ചിട്ടായിരുന്നു എന്നതുകൊണ്ട് അതും വിശ്വസിച്ച് കരീം ഖാനും സംഘവും ആയുധങ്ങൾ ഉപേക്ഷിച്ച് മലയിറങ്ങി താഴേക്ക് വരുന്നു. എന്നാൽ ശത്രുക്കൾ താഴേക്ക് ഇറങ്ങി വന്നതും പറഞ്ഞ വാക്കിൽ നിന്ന് പാക് സൈനിക ഓഫീസർമാർ നിർലജ്ജം പിന്മാറുന്നു. അവരെ ഒന്നടങ്കം പിടികൂടി ക്വറ്റയിലെ കൽത്തുറുങ്കിൽ അടച്ചുകളയുന്നു. പിന്നീട് ഇവരെ വിചാരണ ചെയ്ത് 10 വർഷത്തെ കഠിന തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. ബലൂചിസ്ഥാനിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഈ സംഭവത്തെ പാകിസ്ഥാൻ തങ്ങളോട് ചെയ്ത കൊടിയ വഞ്ചന എന്ന് തന്നെയാണ് ഇന്നും കണക്കാക്കുന്നത്. ഖുറാനിൽ കൈവച്ച് പച്ചക്കള്ളം പറഞ്ഞവരെ തങ്ങൾ എങ്ങനെ വിശ്വസിക്കുമെന്നതാണ് അവർ ഇന്നും ചോദിക്കുന്ന ചോദ്യം.